بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ആ ദീർഘമായ ഹദീസ് അത് നമ്മൾ പൂർത്തിയാക്കിയിട്ടില്ലല്ലോ അല്ലേ? എവിടെ എത്തിയത്? മുഫ്ലജുൽ അസ്നാനി അല്ലെങ്കിൽ മുഫ്ലജൽ അസ്നാനി അതല്ലേ കഴിഞ്ഞത്? ദഖീഖുൽ മശ്റൂബത്തി, മസ്റൂബത്ത് എന്താണ്? പിന്നെ നെഞ്ച് മസ്റൂബത്ത് നമ്മൾ പറഞ്ഞല്ലോ, നെഞ്ചിൽ നിന്ന് പൊക്കിൾ വരെയുള്ള ആ രോമങ്ങൾക്കാണെന്ന് പറയാ പിന്നെ മസ്റൂബത്ത് എന്ന് പറയാ. നല്ല കൃത്യമായ രൂപത്തിൽ ആ മസ്റൂബത്ത് ഉണ്ടായിരുന്നു. നല്ല നീണ്ട രൂപത്തിൽ പിന്നെ ഒരു വര പോലെ അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നു. കഅന്ന ഉനുഖഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിരടി ആയതുപോലെയുണ്ട്. ജീദു ദുംയത്തിൻ ഫീ സ്വഫാഇൽ ഫില്ലത്തി, ജീദു ദുമിയത്തിൻ കഅന്ന ഉനുഖഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കഴുത്ത് അതെങ്ങനെയായിരുന്നു? ജീദു ദുമിയത്തിൻ ഫീ സ്വഫാഇൽ ഫില്ലത്തി. ഫീ സ്വഫാഇൽ ഫില്ലത്തി എന്ന് പറഞ്ഞാൽ നല്ല ശുദ്ധമായ വെള്ളിയുടെ ആ ഒരു തിളക്കത്തിൽ, ആ ഒരു പരിശുദ്ധതയിലുള്ള ആനക്കൊമ്പ് പോലെ. ആനക്കൊമ്പ് പോലെ ജീദു ദുമിയത്ത് എന്ന് പറഞ്ഞാൽ ആനക്കൊമ്പ്. ഫീ സ്വഫാഇൽ ഫില്ല, നല്ല ശുദ്ധമായ വെള്ളിയിലുള്ള, ആ വെള്ളിയുടെ പരിശുദ്ധതയിലുള്ള. അപ്പം അതുപോലെ നല്ല മൃദുലമായ, നല്ല പിന്നെ കാണാൻ സൗന്ദര്യമുള്ള കഴുത്തുള്ളവരായിരുന്നു മുഹമ്മദുർ റസൂലുള്ളാഹി. എല്ലാ വർണ്ണനകളും ഏറ്റവും നല്ല സൗന്ദര്യത്തോടു കൂടെയായിരുന്നു എന്ന് നാം മനസ്സിലാക്കണം. സ്വഹാബത്ത് നമുക്ക് വർണ്ണിച്ചു തരുന്നത് അവർക്കറിയാവുന്ന വസ്തുക്കളെ കൊണ്ടാണ്, അവരുടെ ഇടയിലുള്ള പരിചിതമായ വസ്തുക്കളെ കൊണ്ടാണ്. അല്ലാതെ അതുപോലെയാണ്, അത്രയേ ഉള്ളൂ എന്നൊന്നും നമ്മൾ ചിന്തിച്ചു പോകരുത്. നബിതങ്ങളെ വർണ്ണിക്കാൻ, തുലനപ്പെടുത്താൻ ഒന്നും ഇവിടെ ഇല്ല. അപ്പോൾ ഉള്ളത് വെച്ചിട്ട്, അവർക്കറിയാവുന്നത് വെച്ചിട്ട് എന്താവും നമുക്ക് വർണ്ണിച്ചു തരും, അത്രമാത്രം. മുഅ്തദിലൽ ഖൽഖി, ഒത്ത സൃഷ്ടിപ്പ്, ഒത്ത പ്രകൃതാണ് എല്ലാ വിഷയത്തിലും. കാലും കയ്യും മുഖവും തലയും ഒന്നും വലിപ്പം കൂടുതലോ വലിപ്പം കുറവോ ഒന്നുമില്ല. മുഅ്തദിലാണ്, എല്ലാം ഒത്ത പിന്നെ സൃഷ്ടിപ്പാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേത്. ബാദിനുൻ മുതമാസിക്കുൻ, മാംസനിബിഡമായ എന്താണ് ശരീരമായിരുന്നു. എല്ലും കൊട്ട് എന്നെല്ലാം പറയില്ല നമ്മൾ, അങ്ങനെയൊന്നുമല്ല. എന്നാൽ തടിച്ചു കൊഴുത്ത് പിന്നെ പൊണ്ണത്തടിയോ അതുണ്ടാ? ഇല്ല, മിതമായ തടിയായിരുന്നു. എന്നാൽ ഇറച്ചിയൊക്കെ ഉണ്ട്. അതൊക്കെ ആരോഗ്യമുള്ള ഒരാളുടെ ലക്ഷണമാണ്. ബാദിനുൻ മുതമാസിക്കുൻ. ബാദിൻ എന്ന് പറഞ്ഞാൽ ശരീരം മൊത്തം നല്ല പിന്നെ മാംസനിബിഡമായിരുന്നു എന്നർത്ഥം. മനസ്സിലായില്ലേ? അതേസമയം എന്തില്ല? പൊണ്ണത്തടിയല്ല. മുതമാസിക്കുൻ, ഒത്ത രൂപത്തിൽ. മനസ്സിലായില്ലേ? അവയവങ്ങളും അവിടുത്തെ ശരീരവും മാംസവും ഒക്കെ കൂടുതൽ ഓവറില്ല. അടുത്തത് സവാഉൽ ബത്നി വസ്വദിരി, കുംഭയില്ല. സവാഉൽ ബത്നി, വയറും നെഞ്ചും സമമാണ് എന്ന് പറഞ്ഞാൽ കുംഭ വയറല്ല. ചില ആൾ വയറിങ്ങനെ കൂടിയിട്ടുണ്ടാവും, അതല്ല. മനസ്സിലായില്ലേ? കുംഭ വയർ ന്യൂനതയാണ്. ഖുലിഖ്ത മുബറഅൻ മിൻ കുല്ലി ഐബിൻ കഅന്നക ഖുലിഖ്ത കമാ തശാ. ഹസ്സാൻ ഇബ്നു സാബിത്ത് തങ്ങൾ നമ്മൾ പറഞ്ഞല്ലോ, എല്ലാ ന്യൂനതകളിൽ നിന്നും മുക്തമായിട്ടാണ് അങ്ങ് സൃഷ്ടിക്കപ്പെട്ടത്. അരീലു സ്വദിരി, നല്ല
നെഞ്ച് വീതിയുള്ള ആളാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നെഞ്ച് വീതിയുള്ള ആളാണ്. വദാലിക ആയത്തുൻ നജാബ, അത് വർഗമേന്മയുടെ കുലമഹിമയുടെ ക്വാളിറ്റിയാണ്, അടയാളമാണ് നെഞ്ച് വീതി ഉണ്ടാവുക എന്നുള്ളത്. ചെസ്റ്റ് ഇത്ര വേണം. പോലീസിലൊക്കെ എടുക്കുമ്പോൾ, പട്ടാളത്തിലൊക്കെ എടുക്കുമ്പോൾ പല രാജ്യങ്ങളിലും നോക്കും, ചെസ്റ്റ് അളക്കും. മനസ്സിലായില്ലേ? ഫഹിയ മിമ്മ യുംദഹു ഫിർ റിജാൽ, പുരുഷന്മാരിൽ അതെന്താണ്, സ്തുതിക്കപ്പെടുന്ന കാര്യമാണ്. ഏത്? അരീദു സദർ, നെഞ്ച് വീതിയുള്ളതാവുക എന്നുള്ളത്. സല്ലല്ലാഹു അലൈഹി വസല്ലം. ബഈദു മാ ബൈനൽ മൻകിബൈൻ, രണ്ട് ചുമലുകൾക്കിടയിൽ വിശാലതയുള്ളവരായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളത് വിശദീകരിച്ചിട്ടുണ്ട്. ലഹ്മുൽ കറാദീസ്, പേശികൾ നല്ല മാംസളമായിരുന്നു, കട്ടിയുണ്ടായിരുന്നു. പേശികൾക്ക് നല്ല എന്തുണ്ട്, കട്ടിയുണ്ട്. സുമാറല്ല, പൊട്ടിപ്പോകുന്ന രൂപത്തിലുള്ളതല്ല, നല്ല കട്ടിയുണ്ടായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ. അൻവറുൽ മുതജരിദി, ഇവിടേക്ക് നമ്മൾ പറഞ്ഞു അൻവറ എന്ന് വായിക്കാം. തൊട്ട് മുകളിൽ എന്താണ്, സവാ അൽ ബത്നി വസ്വദി എന്ന് വായിക്കാം, സവാ ഉ എന്ന് വായിക്കാം. രണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞില്ല നമ്മൾ. അൻവറുൽ മുതജരിദി, അൻവറുൽ മുതജരിദി എന്ന് പറഞ്ഞാൽ എന്താ, രോമമില്ലാത്ത ഭാഗങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നല്ല തിളക്കം ഉണ്ടാവും, നല്ല പ്രകാശം ഉണ്ടാവും. മനസ്സിലായില്ലേ? ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് കയ്യോ കാലോ ഒക്കെ ഇങ്ങനെ പെട്ടെന്ന് വസ്ത്രം നീങ്ങിപ്പോയി കഴിഞ്ഞാൽ സ്വഹാബത്ത് പറയാറുണ്ട്, കാന നയ്യിറൻ, അത് പെട്ടെന്ന് അത് പ്രകാശിക്കുന്നത് പോലെ തോന്നും. പ്രകാശിക്കും, ശരീരം വളരെയധികം പ്രകാശിക്കും. വസ്ത്രം ഇട്ടാൽ തന്നെ ഉള്ളുന്ന പ്രകാശം കാണാറുണ്ട്. പല സ്വഹാബിമാരും സാക്ഷിയായിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അൻവറുൽ മുതജരിദ്, രോമമില്ലാത്ത ഭാഗങ്ങൾ എന്താണ്, നല്ല പ്രകാശമുള്ളതായിരിക്കും. മൗസൂലു മാ ബൈന അല്ലബ്ബതി വസ്സുറതി ബിശഅരിൻ യജ്രി കൽ ഖത്വി, നെഞ്ചിൻ്റെയും പൊക്കിളിൻ്റെയും ഇടയിൽ ഒരു വര പോലെ നീളുന്ന രോമമുണ്ടായിരുന്നു. അതാണ് നമ്മൾ എന്ത് പറഞ്ഞത്, മസ്റുബത്ത്. അതൊന്നും കൂടെ എടുത്തു പറഞ്ഞതാണ്. മൗസൂലു മാ ബൈന ലബ്ബത്തി വ അസ്സുറത്തി, ലബ്ബത്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്, നെഞ്ച്. നെഞ്ചിൻ്റെ മുകളിലുള്ള ആ ഒരു ഒരു കുഴിയില്ലേ, അതിനാണ് എന്ത് പറയുക, ലബ്ബത്ത് എന്ന് പറയുക. നെഞ്ചിൻ്റെ നഖറത്തുല്ലത്തി ഫൗഖ സ്വദിരി, നെഞ്ചിൻ്റെ മുകളിലുള്ള ആ ഒരു കുഴി. അപ്പോൾ ആ കുഴി അത് മുതൽ അതുപോലെ എവിടെ വരെ, സുറത്ത് വരെ നീളുന്ന എന്തോ ഒരു രോമം ഉണ്ടായിരുന്നു. യജ്രി കൽ ഖത്തി, ഏതുപോലെ, ഒരു വര പോലെ നടക്കുന്ന, ഒരു വര പോലെ ഉണ്ടാവും. ആരി അസ്സദിയൈനി, ആരി അസ്സദിയൈനി വൽ ബത്നി മിമ്മാ സിവാ ദാലിക്, രണ്ട് മുലകളിലും അതുപോലെ വയറിലും രോമങ്ങൾ ഉണ്ടായിരുന്നില്ല. ഏതല്ലാതെ, മുകളിൽ പറഞ്ഞ ആ ഒരു രോമം, ഏത്, നെഞ്ചിൻ്റെയും പൊക്കിളിൻ്റെ ഇടയിൽ ഒരു വര പോലെ എന്ന് പറഞ്ഞിട്ടില്ലേ, അതല്ലാത്ത മറ്റുള്ള രോമങ്ങളൊന്നുമില്ല. ചില ആളുകളുടെ മുലയുടെ മുകളിലൊക്കെ എന്തുണ്ടാവും, പുരുഷന്മാരുടേത് തന്നെ ഒരുപാട് രോമങ്ങളുണ്ടാവും. അത് എന്താണ്, കാണുന്ന ആളുകൾക്ക് ബനിയനിടാതെ അവരെ കണ്ടാൽ ആകെ ഒരു എന്താണ്, വികൃതമായ രൂപത്തിൽ, അനിഷ്ടകരമായ രൂപത്തിലാണ് എന്തുണ്ടാവുക, എല്ലാവരും കാണുക. അങ്ങനെയല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ. ഈ ഒരു രോമല്ലാത്ത വേറെ ഒരു ആര്യസദിയൈൻ, രണ്ട് മുലകൾ ഒഴിവായതാണ്. വൽബത്നി, വയറും, മിമ്മാ സിവാ ദാലിക്, അതല്ലാത്ത മറ്റുള്ള എല്ലാത്തിൽ നിന്നും, ഏത്, മുകളിൽ പറഞ്ഞതല്ലാത്ത ബാക്കിയുള്ളതിൽ നിന്നൊക്കെ. അശ്അറു ദിറാഅൈനി വൽ മൻകിബൈൻ വഅലി അസ്വദിരി, അശ്അറു ദിറാഅൈനി, രണ്ട് മുഴങ്കഴികൾ രോമാവൃതമായിരുന്നു. വൽ മൻകിബൈനി, രണ്ട് ചുമലുകളും. വഅലി അസ്വദിരി, നെഞ്ചിൻ്റെ മുകൾ ഭാഗവും. അവിടെയൊക്കെ എന്തുണ്ടായിരുന്നു, രോമം ഉണ്ടായിരുന്നു.
അതൊക്കെ വികൃതമല്ലാത്ത രൂപത്തിലാണ്. മനസ്സിലായില്ലേ? വികൃതമല്ലാത്ത രൂപത്തിലാണ്. അപ്പോൾ ഇവിടെ അന്ന ഷഅറ ഹാദിഹി സലാസ ഗസീറുൻ വ കസീറുൻ, ഇബ്നു ഹജർ അൽ ഹൈതമി തങ്ങൾ പറയുന്നുണ്ട്, ഇവിടെയുള്ള രോമങ്ങൾ എന്താണ്, ഒരുപാടുണ്ടായിരുന്നു, ധാരാളമുണ്ടായിരുന്നു എന്ന് കാണാം. ത്വവീലു സന്തൈനി, ത്വവീലു സന്തൈനി, രണ്ട് മണിബന്ധങ്ങൾ. സന്ത് എന്ന് പറഞ്ഞാൽ എന്താ? മണിബന്ധം. അവിടുത്തെ രണ്ട് മണിബന്ധങ്ങൾ എന്താണ്? അവിടുത്തെ എല്ല് അതെന്താണ്? നീളമുണ്ട്. മണിബന്ധത്തിൻ്റെ അവിടെയുള്ള അപ്പം അതിൻ്റെ അർത്ഥം എന്താണ്? രണ്ട് മുഴങ്കൈ, രണ്ട് കൈ കുറച്ച് നീളമുണ്ട് എന്നാണ്. മണിബന്ധത്തിന് നീളം കൂടുക എന്ന് പറയലില്ലല്ലോ, ഉണ്ടാ? ഇല്ല. അതിന് നല്ല കട്ടിയുണ്ട്, ഉറപ്പുണ്ട്. സാധാ ആളുകളെക്കാൾ നല്ലൊരു ഉറപ്പുണ്ട്. മനസ്സിലായില്ലേ? അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാനുള്ളതാണ്, പല ഉത്തരവാദിത്തങ്ങളും നിർവഹിക്കാനുള്ള കൈയാണ്. അപ്പോൾ അതിന് നല്ലൊരു ഉറപ്പ് ഉണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ അവിടെ അതുകൊണ്ടുള്ള താല്പര്യം ത്വവീലു അദ്ദിറാഇനിയാണ് എന്ന് ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവിടുത്തെ കൈകൾ എന്താണ്? നല്ല നീളമുണ്ടായിരുന്നു. റഹ്ബുർ റാഹ, ഉള്ളംകൈ വിശാലമായവരായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉള്ളംകൈ നല്ല വിശാലതയുണ്ട്. ഉള്ളംകൈ വിശാലതയുണ്ട് എന്ന് പറഞ്ഞാൽ രണ്ട് രൂപത്തിൽ. വാസിഉ അൽ കഫി ഹിസ്സൻ വ മഅനൻ. ഹിസ്സൻ നിലക്കും മഅനൻ നിലക്കും. ഹിസ്സൻ നിലക്ക് എന്ന് പറഞ്ഞാൽ ഉള്ളംകൈ നല്ല വിശാലത ഉണ്ട്, നല്ല വലിപ്പമുണ്ട്. ഇനി മഅനൻ നിലക്ക് ഉള്ളംകൈ വിശാലത ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? മനസ്സിലായില്ലേ? ശരീരഘടനയിലും ആന്തരികമായിട്ടും എന്താണ് ആ സ്വഭാവമാണ് നബി തങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ അതാ മഹാന്മാർ വിശദീകരണം നൽകുന്നു. സഅത്തുർ റാഹത്തി ദലീലുൻ അലൽ ജൂദി. ഉള്ളംകൈ വിശാലമാവുക എന്നുള്ളത് ഔദാര്യത്തിൻ്റെ തെളിവാണ്. വദീഖുഹ ദലീലുൻ അലൽ ബുഖ്ലി. അത് ഇടുങ്ങുക എന്ന് പറഞ്ഞാൽ അത് പിശുക്കിൻ്റെ എന്താണ്? അടയാളമാണ്. ഇടുങ്ങുക എന്നുള്ളത് പിശുക്കിൻ്റെ അടയാളമാണ്. അപ്പം നബി തങ്ങളുടെ ഉള്ളംകൈ വിശാലമാണെന്ന് പറഞ്ഞാൽ ധാരാളം കൊടുക്കും, ധാരാളം കൊടുക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവർക്കും കൊടുക്കും. ഒരാളോടും നബി തങ്ങളോട് മാ സുഇല റസൂലുള്ളാഹി ഫിൽ ഇസ്ലാമി ഷൈഅൻ ഫഖാല ല, നബി തങ്ങളോട് ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചിട്ട് ഇല്ല എന്ന മറുപടി അവിടുന്ന് പറഞ്ഞിട്ടില്ല. ശസ്നുൽ കഫൈനി വൽ ഖദമൈനി, കൈകാലുകൾ കട്ടിയുള്ളതാണ്. ശസ്ന് നമ്മൾ പറഞ്ഞു മാംസളമായിരുന്നു. അതോടൊപ്പം നമ്മൾ പറഞ്ഞു അവിടുത്തെ സൃഷ്ടിപ്പ് നോക്കുമ്പോൾ വളരെ സോഫ്റ്റായിരുന്നു. അവിടുന്ന് കുടുംബത്തോടൊപ്പം പ്രവർത്തിച്ച് മറ്റുള്ള പ്രവർത്തന ഗോതയിൽ ഇറങ്ങിയത് കാരണമായിട്ട് കൈക്കെന്തായിട്ടുണ്ട്? തഴമ്പ് പോലെ പലപ്പോഴും ബാധിച്ചിട്ടുണ്ട്. പിന്നെ ഔഖാല ഷക്കുറാവിയാണ് ഷായിലുൽ അത്റാഫ്. റാവിക്ക് സംശയം, സായിലുൽ അത്റാഫ് എന്നാണോ ഷായിലുൽ അത്റാഫാണോ മുത്തുനബി പറഞ്ഞത്, അല്ല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് പറഞ്ഞത് എന്ന് ഒരു ഡൗട്ട്. മനസ്സിലായില്ലേ? അങ്ങനെയാണോ ഇങ്ങനെയാണോ? എന്തായാലും സായിലുൽ അത്റാഫ്, അവിടുത്തെ വിരലുകൾ മിതമായ നീളത്തിലുള്ളതാണ്. സായിലുൽ അത്റാഫ് എന്ന് പറഞ്ഞാൽ പറഞ്ഞല്ലോ വിരലുകൾ നീളമുള്ളതാണ് എന്നാണ് നേരെ അർത്ഥം. ഷറഹിലൊക്കെ കാണാം കൂടുതൽ നീളമില്ല, അത് ഒരു ന്യൂനതയാണ്. എന്നാൽ ചെറിയ ഇതല്ല, കുറിയതല്ല, രണ്ടിൻ്റെ ഇടയിൽ നല്ല മധ്യനിലവാരത്തിലുള്ളത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മനസ്സിലായല്ലോ? ഖംസാനുൽ അഖ്മസൈനി, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രണ്ട് ചെരുപ്പടിക്കാലുകൾ മധ്യഭാഗത്ത് കുഴിഞ്ഞ രൂപത്തിലാണ്. എല്ലാ ഭാഗങ്ങളും സമമായിരുന്നില്ല. അത് ശരീരത്തിന് അപകടമാണ്, ആരോഗ്യകരമല്ല. ചില ആളുകളുടെയൊക്കെ മധ്യഭാഗത്ത് കുഴിഞ്ഞിട്ടുണ്ടാവും.
എന്നാൽ മറ്റു ചില ആളുകളുടേത് സമനിലയായിരിക്കും. സമനിലയാകുമ്പോൾ അത് കാലിൻ്റെ ആരോഗ്യത്തിനെ ബാധിക്കും, അങ്ങനെ ശരീരത്തിൻ്റെ ആരോഗ്യത്തെയൊക്കെ അത് ബാധിക്കും. അങ്ങനെയല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേത് എല്ലാ ഭാഗവും സമമായിരുന്നില്ല. മനസ്സിലായല്ലോ? മസീഹുൽ ഖദമൈനി, മസീഹുൽ ഖദമൈനി, നല്ല മിനുസമുള്ള കാലുകളാണ്, നിർമ്മലമായ കാലുകളാണ് എന്ന് പറഞ്ഞാൽ ഫലൈസ ഫീഹ തകസ്സുറുൻ വലാ തശഖഖു ജിൽദിൻ, അവിടെ വിള്ളലോ പൊട്ടലോ ഒന്നുമില്ല. ചില ആളുകളുടെ കാലിലുണ്ടല്ല വിള്ളൽ പൊട്ടലോ ഒന്നുമില്ല. അതതിൻ്റെ അർത്ഥം. മസീഹുൽ ഖദമൈൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര സോഫ്റ്റാണ് എന്നല്ല. മനസ്സിലായില്ലേ? എന്താ അർത്ഥം? അവിടെ ഫലൈസ ഫീഹ തകസ്സുറുൻ വലാ തശഖഖു ജിൽദിൻ, തൊലി പൊട്ടൽ അല്ലെങ്കിൽ കീറൽ വിള്ളൽ ഒന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് യംബു അൻഹുമൽ മാ, വെള്ളമൊഴിച്ചാൽ അത് കാരണമായിട്ട് ആ നൈർമല്യം കാരണമായിട്ട് വേഗത്തിൽ ഒലിച്ചിറങ്ങും. ചില ആളുകൾ ഈ പൊട്ടിയതും പിന്നെ വിള്ളലൊക്കെ ഉള്ള ആളുകളുടെ കാലിൽ വെള്ളം ഒഴിച്ചാൽ കുറേ എല്ലാം അവിടെ നിൽക്കും. നബിതങ്ങളുടേത് അങ്ങനെയല്ല, എല്ലാം പെട്ടെന്ന് ഒലിച്ചു പോകും. കാലിങ്ങനെ മലർത്തി വെച്ചിട്ട് വെള്ളം ഇങ്ങനെ ഒഴിച്ചാൽ വെള്ളം പെട്ടെന്ന് ഒഴുകിപ്പോകും. അപ്പോൾ ആ നൈർമല്യത്തെയാണ് അത് സൂചിപ്പിക്കുന്നത്. സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ സാല സാല ഖലിആ, ഇദാ സാല സാല ഖലിആ, എവിടെയെങ്കിലും മുത്തുനബി നീങ്ങിയാൽ അഥവാ എവിടേക്കെങ്കിലും പോകുമ്പോൾ വേഗത്തിൽ ചടുലതയോടുകൂടെ മുത്തുനബി നടക്കും. ചടുലതയോടുകൂടെ മുത്തുനബി നടക്കും. പെട്ടെന്ന്, മനസ്സിലായില്ലേ? പെട്ടെന്ന് ഇങ്ങനെ കാലെടുത്ത് വെക്കും, അല്ലാണ്ട് ഇങ്ങനെ ആടിപ്പാടി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി ഇങ്ങനെ അങ്ങനെയൊന്നുമല്ല നബിതങ്ങൾ നടക്കുക. ചടുലതയോടുകൂടെ ഉത്തരവാദിത്ത ബോധത്തോടുകൂടെ നടക്കും. യഖ്തു തകഫിയൻ, യഖ്തു തകഫിയൻ, ഭൂമിയിൽ അവിടുന്ന് പാദം വെക്കുമ്പോൾ, കാല് വെക്കുമ്പോൾ പാദം ഊന്നുന്ന സമയത്ത് അല്പം മുന്നോട്ട് ചാഞ്ഞ രൂപത്തിലാണ് നബിതങ്ങൾ എന്താവുക? നടക്കുക. വയംഷി ഹൗന, വളരെ വിനയാന്വിതനായിട്ടാണ് മുത്തുനബി നടക്കാറുള്ളത്, വിനയത്തോടുകൂടെയാണ് നടക്കാറുള്ളത്. ഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർളി ഹൗന, ഖുർആനിലെ ഇബാദുർ റഹ്മാൻ, അള്ളാഹുവിൻ്റെ അടിമകൾ ആരാണ്? ലദീന യംശൂന അലൽ അർളി ഹൗന, ഭൂമിയിൽ വിനയത്തോടുകൂടെ നടക്കുന്നവരാണവർ. അഹങ്കാരത്തോടുകൂടെ നടക്കൂല. ഹൗനൻ, നല്ല വിനയത്തോടുകൂടെയായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടന്നിരുന്നത്. ഇവിടെ ഷറഹിലൊക്കെ ഒരു ചർച്ച ഉണ്ട്. നബിതങ്ങൾ വേഗത്തിൽ നടക്കും, ചടുലതയോടുകൂടെ നടക്കും എന്നൊക്കെ പറയുമ്പോൾ പിന്നെ ഓവർ സ്പീഡിൽ നടക്കുന്നൊന്നും നമ്മൾ മനസ്സിലാക്കരുത്. ഒരു പടപ്പം നടത്തേണ്ടല്ലോ, അങ്ങനെയല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. പിന്നെ അങ്ങനെ ഓവർ സ്പീഡിൽ നടന്നാൽ മുഖത്തിൻ്റെ തിളക്കം നഷ്ടപ്പെടും. ഇമാം സുഹരി പറയുന്നുണ്ട്. മനസ്സിലായില്ലേ? ഒരു മധ്യനിലവാരത്തിലുള്ള നടത്തം അതായിരുന്നു. അതാണ് ഡീസൻ്റുള്ള ആളുകളുടെ നടത്തം. എല്ലാ കാര്യങ്ങളിലും അൽ അംറുൽ വസത്ത്, മധ്യ നിലവാരത്തിലാണ് നമ്മൾ ഖൈറായ രൂപം, അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ ദരീഉൽ മിസിയത്തി, ദരീഅ ഉണ്ടല്ലേ, വീണ്ടും പറയണം, ദരീഉൽ മിസിയത്തി, പിന്നെ ചവിട്ടടികൾ, ഓരോ ചവിട്ടടിയും വിശാലതയുള്ളതാണ്. അതാണ് ഇങ്ങനെ കാലെടുത്ത് വെക്കുന്ന സമയത്ത് ഒന്നെടുത്ത് വെച്ച് അടുത്തെടുത്ത് വെക്കുമ്പോൾ ഒന്ന് വിശാലതയുണ്ടാവും. ഐ വാസിഉൽ ഖുത്വത്തി, മനസ്സിലായില്ലേ? വിശാലമായ ചവിട്ടടിയായിരുന്നു. അപ്പം അത് വേഗത്തിലുള്ള നടത്തത്തിൻ്റെ ഒരു അടയാളമാണ്. ഇദാ മശാ, അവിടുന്ന് നടന്നാൽ കഅന്നമാ യൻഹത്തു മിൻ സ്വബബ്, ഉയരങ്ങളിൽ നിന്നിറങ്ങി വരുന്നത് പോലെയുള്ള നടത്തമായിരിക്കും. പലതാണ് പറഞ്ഞല്ലോ. ഇൽതഫത ഇൽതഫത ജമീഅ, ആരിലേക്കെങ്കിലും തിരിയുമ്പോൾ പൂർണ്ണമായി തിരിയും. സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാഫിദു തർഫി, കണ്ണ് താഴ്ത്തിയിട്ടാണ് നടക്കാറുള്ളത്.
താഴോട്ടാണ് കൂടുതൽ നോക്കാറുള്ളത്. അങ്ങനെ മുകളിലോട്ടേക്ക് നോക്കുക, അത് അഹങ്കാരത്തിൻ്റെ അടയാളം. താഴോട്ട് നോക്കി, അതിൻ്റെ അർത്ഥം മുന്നോട്ട് നോക്കി ഇങ്ങനെ മുന്നോട്ട് നോക്കാതെ ഇങ്ങനെ നടക്കാറുണ്ട് എന്നല്ല, കൂടുതലും താഴോട്ട്, മറ്റുള്ള ഇതൊന്നും ഇല്ലാതെ. അല്ലാണ്ട് അവിടെയെങ്കിലും മുട്ടിപ്പോവില്ലേ, അങ്ങനെയല്ല. അപ്പോൾ അത് അതിൻ്റെ വിശദീകരണം എന്നുള്ളത് പോലെയാണ് അടുത്ത പറയുന്നത്. നളറുഹു ഇലൽ അർളി അത്വലു മിൻ നളരിഹി ഇലസ്സമാ. ആകാശത്തിലേക്ക് നോക്കുന്നതിനേക്കാൾ കൂടുതൽ ഭൂമിയിലേക്കായിരുന്നു അവിടുന്ന് നോക്കിയിരുന്നത്. വിനയത്തിൻ്റെ നോട്ടമാണത്. മഹാന്മാർ പറയുന്നു, ലികസ്റത്തി ഹയാഇഹി വഅദബിഹി മഅ റബ്ബിഹി. അള്ളാഹുവിനോടുള്ള അദബും ലജ്ജയുമാണ് അത് അറിയിക്കുന്നത്. ആ ലജ്ജകാരനായിട്ടാണ്, റബ്ബിനോടുള്ള അദബുകാരനായിട്ടാണ് അള്ളാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ ചെയ്യുന്നത്. അതാ ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾ പറയുന്നുണ്ട്, ആഖിറത്തെക്കുറിച്ച് ചിന്തിച്ച് റിസാലത്തെന്ന ആ അവിടുത്തെ ഭാരമുള്ള ഉത്തരവാദിത്വത്തെ ആലോചിച്ചിട്ടാണ് എങ്ങനെയാണ് റബ്ബിന് തൃപ്തിപ്പെട്ട രൂപത്തിൽ ഇതെല്ലാം നിർവഹിക്കുക. അള്ളാഹിൻ്റെ ഹബീബ് എപ്പോഴും ആ ചിന്തയിലാണ്. വതഫക്കുരിഹി ഫി സ്വാലിഹി ഉമ്മത്തിഹി, ഉമ്മത്തിൻ്റെ നല്ല കാര്യത്തിന് വേണ്ടിയുള്ള ചിന്തയാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് അങ്ങനെ എല്ലാ കാര്യവും നിയന്ത്രിക്കണ്ടേ, അതിങ്ങനെ ചിന്തിച്ചിട്ട് ഇങ്ങനെ നടക്കുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ജുല്ലു നളരിഹി അൽ മുലാഹദ, അവിടുത്തെ സാധാരണ നോട്ടം ഒരു നിരീക്ഷണമാണ്. എന്താണ് നിരീക്ഷണം എന്ന് പറഞ്ഞാൽ? എല്ലാം ഇങ്ങനെ വെറുതെ ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ നടക്കലല്ല. ഇത് വെറുതെ ഇങ്ങനെ നോക്കിയിട്ട് നടക്കലല്ല. ഒരു സ്ഥലത്ത് ഒരു വഴി കൂടെ പോയി കഴിഞ്ഞാൽ അവിടെ എന്തൊക്കെയുണ്ട് ഓരോന്നിലും മുത്തുനബി ചിന്തിക്കും, റബ്ബിൻ്റെ ഖുദ്റത്ത് ചിന്തിക്കും. ഇസ്രാ മെഹറാജിൻ്റെ വേളയിൽ വളരെ കുറഞ്ഞ സമയം, ഒരു രാത്രിയുടെ അല്പസമയം കൊണ്ടാണ് മുത്തുനബി എന്തായത് പോയി വന്നത്. ശത്രുക്കളോട് വിവരം പറഞ്ഞു പ്രഭാതത്തിൽ. റജബ് 27 പകലിൽ വിഷയം പറഞ്ഞു, മക്കക്കാരോട് പറഞ്ഞു. മക്കക്കാർ ബൈത്തുൽ മുഖദ്ദസിലൊക്കെ മുന്നേ പോയി പരിചയമുള്ളവരാണ്. അപ്പോൾ ഒരു മുത്തുനബീനെ പരീക്ഷിക്കാൻ തുനിഞ്ഞു. വിധങ്ങളോട് ചോദിച്ചു, ബൈത്തുൽ മുഖദ്ദസിന് എത്ര കവാടങ്ങളുണ്ട്? ഇന്ന ഗോത്രക്കാരുടെ മൃഗങ്ങളൊക്കെ വഴിയിലുണ്ടായിരുന്നല്ലോ, അതൊക്കെ എവിടെയാണ്? ബൈത്തുൽ മുഖദ്ദസിൽ എവിടെയാണ് കവാടം? എത്ര കവാടമുണ്ട്? എല്ലാം ചോദിച്ചു. ഈ കുറഞ്ഞ സമയം കൊണ്ട് പോയി വന്നാൽ ഇതെല്ലാം എണ്ണാൻ നമ്മൾ സാധാരണക്കാരായ ആളുകൾക്ക് കഴിയുമോ? ടൈം ഇല്ല. മുത്തുനബി അതൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തു. അതാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടായിട്ടുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാം ബൈത്തുൽ മുഖദ്ദസിൻ്റെ പിക്ചർ മുത്തുനബിയുടെ മുന്നിലേക്ക് ഇങ്ങനെ പ്രദർശിപ്പിച്ചു കൊടുത്തു എന്നൊക്കെ ഉണ്ട്. അങ്ങനെ മുത്തുനബി അതിങ്ങനെ എണ്ണി നോക്കി പറഞ്ഞു കൊടുത്തു എന്നാണ്. യസൂഖു അസ്ഹാബഹു, നടക്കുമ്പോൾ കൂടെയുള്ളവരെ എന്താവും? മുന്നിൽ നിർത്തും, നയിച്ചു കൊണ്ടുപോകും. മനസ്സിലായില്ലേ? റസൂലുള്ളാഹിൻ്റെ അവരെ നയിച്ചു കൊണ്ടുപോകും എന്ന് പറഞ്ഞാൽ അവരെ മുന്നിൽ നിർത്തി, അല്ലെങ്കിൽ അവരുടെ ഇടയിൽ നിന്നിട്ട് പോകും. റസൂലുള്ളാഹി അവരുടെ പിന്നിൽ. മനസ്സിലായില്ലേ? ചില സമയത്ത് പറയും സ്വഹാബത്തിനോട്, ഖല്ലൂ ലഹരി ലിൽ മലായിക, എൻ്റെ പിൻഭാഗം നിങ്ങൾ മലക്കുകൾക്ക് ഒഴിച്ചു വെക്കണം. വനവിധങ്ങളുടെ കൂടെ ചില ആളുകളെ മുന്നിൽ നിർത്തിയിട്ടൊക്കെയാണ് മുത്തുനബി എന്താവുക? നടക്കാറുള്ളത്. റായി, അതാണ് ഒരു ഇടയൻ്റെ ഉത്തരവാദിത്വം. ഒരാടിനെ മേയിച്ചു കൊണ്ടുപോകുന്ന ആള് ആട്ടിൻ്റെ മുന്നിൽ ഇങ്ങനെ നടക്കോ? ആടുണ്ടാവില്ല. യഫ്അലു ദാലിക തവാദുഅൻ, മുത്തുനബി അത് വിനയം കൊണ്ടാണ് അങ്ങനെ ചെയ്തത്. ഫലാ യദഉ അഹദൻ യംശി ഖൽഫഹു, പിന്നിൽ ആരെയും നടക്കാൻ അനുവദിക്കാറില്ല. പക്ഷേ ബിഖിലാഫി അർബാബിൽ ജാഹി മിനൽ ജുഹല, വെഡ്ഡികളായ അഹങ്കാരികളായ ആളുകൾ അങ്ങനെ ചെയ്യും. മുന്നിലിങ്ങനെ കുറേ മുന്നിലിങ്ങനെ നടക്കും. എൻ്റെ മുന്നിലാരും നടക്കരുത് എന്ന് പറഞ്ഞിട്ട്. വസ്ഹാബി തകബ്ബുരി വൽ ഖുയല, അല്ലെങ്കിൽ അങ്ങനെ ഔ ലിയഖ്തബിറ ഹാലഹും വയൻദുറ ഇലൈഹിം ഹാല തസറുഫിഹിം ഫീ മആയിഷിഹിം വമുലാഹളതിഹിം ലിനുദറാഇഹിം ഫയുറബ്ബീഹിം വയുകമ്മിലുഹും. അങ്ങനെ പല കാരണങ്ങളുണ്ട്. അവരെ നിരീക്ഷിക്കാൻ, അവരെ വീക്ഷിക്കാൻ.
ഉസ്താദ്മാരൊക്കെ ചിലപ്പോൾ ഒന്നാം സഫാണ് അഫ്ളൽ എല്ലാവർക്കും അറിയാം, ചിലപ്പം ബേക്കിൽ വെക്കും. ഇമാം ഷർഖാവി ഇതൊക്കെ പറയുന്നുണ്ട്. അത് മുന്നിലുള്ള ആളുകളുടെ താലിമീങ്ങളുടെ മറ്റുള്ള ആളുകളുടെ എന്തെങ്കിലും പിഴവ് കണ്ടാൽ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായില്ലേ? നബി തങ്ങൾ അങ്ങനെ ചെയ്തത് ഇമാം ദാരിമി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം. അത് മലക്കുകൾക്ക് വേണ്ടി ഒഴിച്ചു നിർത്തുന്നതാണ്. മനസ്സിലായില്ലേ? അപ്പോൾ എവിടെയും ഏറ്റവും അഫ്ളലായ രൂപമായിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഉണ്ടായിരുന്നത്. പിന്നെ വയബ്ദഉ മൻ ലഖിയ ബിസ്സലാം, ചില റിപ്പോർട്ടിൽ വയബ്ദുറു എന്നുണ്ട്. വയബ്ദഉ മൻ ലഖിയ ബിസ്സലാം, കണ്ട ആളുകളെ സലാം കൊണ്ട് മുത്തുനബി തുടങ്ങും. ആരെയും കണ്ട ഉടനെ മുത്തുനബിയെ സലാം പറയാം. അവരാണ് കിബറിൽ നിന്നും അൽബാദിഉ ബിസ്സലാം ബരീഉം മിനൽ കിബർ. സാദു ത്വാലിബീൻ ഹദീസിൽ പഠിച്ചിട്ടില്ലേ? സലാം ഫസ്റ്റ് പറയാ. ഓൻ എന്നോട് പറയട്ടെ, ഓൻ എൻ്റെ പുരക്കല്ല വന്ന്, ഓൻ എന്നോട് പറയട്ടെ, അല്ലെങ്കിൽ ഞാനല്ല അങ്ങോട്ടേക്ക് പോയത് ഞാൻ പറയോ, അയാൾ പുരക്കാർ പറയട്ടെ. അങ്ങനെ പല ചിന്തകളും ഉണ്ടാവും നമുക്ക്. അത് പാടില്ല. സലാം ആദ്യം പറയാം. അതിന് വലിയ മഹത്വമുണ്ട്. അവർക്കാണ് കൂലി കൂടുതൽ. അത് സുന്നത്താണ്. സലാം അടക്കൽ നിർബന്ധമാണ്. അപ്പോൾ ചില സമയത്ത് നിർബന്ധത്തിനിക്ക് സുന്നത്തിനേക്കാൾ കൂലി കുറയും, സുന്നത്തിനിക്ക് നിർബന്ധത്തെക്കാൾ കൂലി കൂടും. അങ്ങനത്തെ ഒരു സന്ദർഭമായിരുന്നു. സലാം പറയലെന്താ സുന്നത്ത്, മടക്കലോ നിർബന്ധം. പേന കൂലി കൂടുതൽ ആദ്യം പറയുന്നതിനാണ് അഫ്ളൽ. അൽബാദിഉ ബിസ്സലാം, സലാം കൊണ്ട് തുടങ്ങും. അപ്പോൾ വയബുദുറു ഉളരും, അങ്ങനെയുണ്ട് റിപ്പോർട്ട്. വയബുദുറു നബി തങ്ങൾ ഉളരുമായിരുന്നു. മനസ്സിലായില്ലേ? യബ്ദഉ എന്നുണ്ട്, യബ്ദുറു എന്നുണ്ട്. അത് വിനയത്തിൻ്റെ അടയാളമാണ്. ലിമസീദി കറമി അഖ്ലാഖി വഅലാ തവാദുഇ വഫി അഫ്ആലിഹി, ഉമ്മത്തിനെ പഠിപ്പിക്കാനാണ് മുത്തുനബി അങ്ങനെ ചെയ്യുന്നത്. നല്ല സ്വഭാവങ്ങൾ, നടത്തം, നോട്ടം ഉണ്ടാ ഈ ഹദീസിലെല്ലാം ഉണ്ട്. സ്വഹാബത്തിനോട് കൂടെ എങ്ങനെ, അതുപോലെ എല്ലാവരുടെയും സുബ്ഹാനല്ലാഹ് എല്ലാ രൂപവും ഉണ്ട് ഇതിൽ. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ വിഷയവും പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല ആ മുത്തുനബിയുടെ നല്ല സ്വഭാവങ്ങളൊക്കെ നമുക്ക് നൽകുമാറാവട്ടെ.